നമസ്കാരം. സൂക്ഷ്മ വ്യായാമത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇതിനെ പ്രീ പ്രാണായാമ ടെക്നിക്ക്, പ്രിപ്പറേറ്ററി ബ്രീത്തിങ്, യോഗിക് ബ്രീത്തിങ് ടെക്നിക്ക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ പ്രീ പ്രാണായാമ ടെക്നിക്കിനെ വിഭാഗ ശ്വസനം അല്ലെങ്കിൽ സെക്ഷണൽ ബ്രീത്തിങ് എന്ന് പറയുന്നു. ഇത് പ്രാണായാമം ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പരിശീലിക്കുന്ന ഒരു ശ്വസന വ്യായാമമാണ്. ഈ ശ്വസന വ്യായാമം നമ്മുടെ ശ്വാസഗതി ശരിയാക്കാൻ സഹായിക്കുന്നു. അതായത് റോങ് ബ്രീത്തിങ് ഹാബിറ്റിനെ കറക്റ്റ് ആക്കുന്നു. റോങ് ബ്രീത്തിങ് എന്നാൽ നമ്മൾ ശ്വാസം എടുക്കുന്നത് ചെസ്റ്റിൽ മാത്രം ഫില്ല് ചെയ്തു അല്ലെങ്കിൽ വളരെ ഷാലോ ആയിട്ടോ ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും. സെക്ഷണൽ ബ്രീത്തിങ് ഇതെല്ലാം റീസെറ്റ് ചെയ്ത് കറക്റ്റ് ബ്രീത്തിങ് പാറ്റേൺ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രീത്തിങ് എക്സസൈസ് ലങ്സിൻ്റെ 3 ഭാഗത്തെയും, അതായത് ലങ്സിൻ്റെ ലോവർ ലോബ്സ്, മിഡിൽ ലോബ്സ്, അപ്പർ ലോബ്സ് ഇവയെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. മറ്റൊന്ന് അബ്ഡോമിനൽ ബ്രീത്തിങ് വഴി ഡയഫ്രം പ്രോപ്പറായി ഡൗൺ അപ്പ് മൂവ്മെൻറ്റ് ചെയ്യുകയും ഇത് ഡയഫ്രത്തെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്രീത്തിങ് എക്സസൈസ് ആസ്മ, കൺജസ്റ്റൻ ഉള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. എങ്ങനെയാണ് ഇത് പരിശീലിക്കുന്നത് എന്ന് നോക്കാം. ഇത് ലങ്സിൻ്റെ 3 ഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് അബ്ഡോമിനൽ ബ്രീത്തിങ്, സെക്കൻഡ് വൺ തൊറാസിക് ബ്രീത്തിങ് ഓർ ചെസ്റ്റ് ബ്രീത്തിങ്, തേർഡ് ക്ലവിക്കുലർ ബ്രീത്തിങ്, ഫോർത്ത് വൺ ഫുൾ യോഗിക് ബ്രീത്തിങ്. ഇനി നമുക്ക് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാം. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സെക്ഷണൽ ബ്രീത്തിങ് ആരംഭിക്കാം. അതിനായിട്ട് സുഖാസനം, പദ്മാസനം, വജ്രാസനം ഇവയിൽ ഏതെങ്കിലും സൗകര്യപ്രദമായ ഒരു പോസ്ചർ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ വജ്രാസനത്തിൽ ഇരുന്നിട്ടാണ് സെക്ഷണൽ ബ്രീത്തിങ് ചെയ്യുന്നത്. അപ്പോൾ വജ്രാസനം ചെയ്യണം. കാലുകൾ നീട്ടി വെച്ച് ഓരോ കാലുകളായിട്ട് പുറകോട്ട് മടക്കി വയ്ക്കുക. വജ്രാസനത്തിൽ കാൽപാദം ഇതുപോലെ വി ഷേപ്പിലായിട്ടിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം, ഫേസ്, ഷോൾഡർ റിലാക്സ് ആയിരിക്കണം, ബ്രീത്തിങ് സ്ലോ ആയിരിക്കണം, സൈലൻ്റ് ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം. ഈ സെക്ഷണൽ ബ്രീത്തിങ് ഒരു മൈൻഡ് ബോഡി അവെയർനെസ് മെഡിറ്റേഷൻ കൂടിയാണ്. ആദ്യം വരുന്നത് അബ്ഡോമിനൽ ബ്രീത്തിങ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ബ്രീത്തിങ്ങിനും ഓരോ മുദ്ര ഉപയോഗിക്കുന്നുണ്ട്. അബ്ഡോമിനൽ ബ്രീത്തിങ്ങിന് ചിന്മുദ്രയാണ് ഉപയോഗിക്കുന്നത്. ചൂണ്ടുവിരലും പെരുവിരലും ടച്ച് ചെയ്യുക, കാൽത്തുടയിലായിട്ട് വയ്ക്കുക. ഷോൾഡർ കഴിഞ്ഞിരിക്കണം. അബ്ഡോമിനൽ ബ്രീത്തിങ്ങിൽ നമ്മൾ ലങ്സിൻ്റെ ലോവർ പാർട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. വളരെ പതുക്കെ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഡയഫ്രം താഴുകയും അതിനാൽ നമ്മുടെ അബ്ഡോമൻ റീജിയൻ പുറത്തേക്ക് പതുക്കെ ഇങ്ങനെ ബൾജ് ചെയ്യുകയും ചെയ്യും. അതായത് ഒരു ബലൂണിൽ നമ്മൾ എയർ നിറയ്ക്കുമ്പോൾ ബലൂൺ വീർത്ത് വരുന്നത് പോലെ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ വയറിലെ പേശികൾ വികസിച്ചു വരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറിലെ പേശികൾ സങ്കോചിച്ച് നോർമൽ സ്റ്റേജിലേക്ക് എത്തുന്നു. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. ഓരോ ബ്രീത്തിങ്ങും 5 പ്രാവശ്യമാണ് ചെയ്യുന്നത്. അടുത്തത് ചെസ്റ്റ് ബ്രീത്തിങ് അല്ലെങ്കിൽ തൊറാസിക് ബ്രീത്തിങ്. ഇത് ലങ്സിൻ്റെ മിഡിൽ പാർട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അതിനുള്ള മുദ്ര എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ചിന്മുദ്രയിലാണ് പിടിച്ചിരിക്കുന്നത്. അടുത്തത് ചിന്മയ മുദ്ര. നിവർത്തി വെച്ച 3 വിരലിനെയും മടക്കി വയ്ക്കുക, ഇതുപോലെ ചിന്മയ മുദ്ര. ഇനി ചെസ്റ്റിനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ലങ്സിൻ്റെ മിഡിൽ പാർട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ആ ടൈമിൽ നമ്മുടെ ചെസ്റ്റ് റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ റിബ് കേജും ചെസ്റ്റ് മസിലൊക്കെ ചുരുങ്ങി നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ഓക്കെ, ഇതുപോലെ അടുത്തത് ചെയ്യണം. 3ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ക്ലവിക്കുലർ ബ്രീത്തിങ് അല്ലെങ്കിൽ ഷോൾഡർ ബ്രീത്തിങ്. ഇതിൻ്റെ മുദ്ര എന്ന് പറയുന്നത് ആദിമുദ്രയാണ്. പെരുവിരൽ ഇങ്ങനെ മടക്കി കൈകൾ ഇങ്ങനെ മടക്കി വയ്ക്കുക. ഈ മുദ്ര ഇങ്ങനെ വയ്ക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യാണ്. ക്ലവിക്കുലർ ബ്രീത്തിങ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലങ്സിൻ്റെ അപ്പർ പാർട്ട്, ചെസ്റ്റിൻ്റെ അപ്പർ പാർട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ പതുക്കെ ഷോൾഡർ മസിൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യും. നോക്കി നോക്കൂ, കണ്ടോ? ഇതുപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് താഴ്ന്ന് നോർമൽ സ്റ്റേജിലേക്ക് വരും. ഇങ്ങനെ ചെസ്റ്റിൻ്റെ അപ്പർ പാർട്ടിനെ അല്ലെങ്കിൽ കോളർ ബോണിനെയും ഷോൾഡർ മസിൽസിനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്തത് ഫുൾ യോഗിക് ബ്രീത്തിങ് അല്ലെങ്കിൽ പൂർണ്ണ യോഗശ്വസനം. അതിന് ഈ ആദ്യമുദ്രേനെ പുക്കിളിന് ഇരുവശത്തുമായിട്ട് വയ്ക്കുക, കൈ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇതിനപ്പോൾ ബ്രഹ്മമുദ്ര എന്ന് പറയുന്നു. ഈ ഒരു പൊസിഷനിൽ വയ്ക്കുമ്പോൾ ബ്രഹ്മമുദ്ര എന്ന് പറയുന്നു. ഇനി ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ പൂർണ്ണ യോഗശ്വസനമാണ്. അപ്പോൾ 3 ഭാഗങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ലങ്സിൻ്റെ ലോവർ പാർട്ടിനെയും
മിഡിൽ പാർട്ടിനെ അപ്പർ പാർട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. പതുക്കെ ശ്വാസം എടുക്കുമ്പോൾ ദീർഘമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ അബ്ഡോമൻ റീജിയൻ ബൾജ് ചെയ്യണത് ശ്രദ്ധിക്കുക, ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണത് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഷോൾഡർ മസിൽ ലിഫ്റ്റ് ചെയ്യണതും ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഷോൾഡർ മസിൽ ആദ്യം നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു, ചെസ്റ്റ് നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു, അബ്ഡോമൻ റീജിയനോ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ഇങ്ങനെ 3 ഭാഗങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് 5 പ്രാവശ്യം ചെയ്യുക. ഇനി നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ. ആദ്യം അബ്ഡോമിനൽ ബ്രീത്തിങ്. കൈകളിൽ ചിന്മുദ്ര പിടിച്ച് കാൽത്തുടയിൽ വയ്ക്കുക. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കൂ. ലങ്സിൻ്റെ ലോവർ പാർട്ടിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വയറിലെ പേശികൾ വികസിക്കുന്നു. ശ്വാസം പുറത്തേക്ക്. വയറിലെ പേശികൾ സങ്കോചിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. അടുത്തത് ചെസ്റ്റ് ബ്രീത്തിങ്. കൈകളിൽ ചിന്മയ മുദ്ര പിടിക്കുക. ലങ്സിൻ്റെ മിഡിൽ പാർട്ടിനെ ശ്രദ്ധിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ചെസ്റ്റ് മസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക്. മസിലുകൾ ചുരുങ്ങി വരുന്നത് ശ്രദ്ധിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ചെസ്റ്റ് മസിൽ റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. മൂന്നാമത്തേത് ക്ലവിക്കുലാർ ബ്രീത്തിങ്. അതിനായി കൈകളിൽ ആദിമുദ്ര പിടിക്കുക. ചെസ്റ്റിൻ്റെ അപ്പർ പാർട്ട്, ലങ്സിൻ്റെ അപ്പർ പാർട്ടിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഷോൾഡർ മസിൽ ലിഫ്റ്റ് ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. നാലാമത്തേത് ഫുൾ യോഗിക് ബ്രീത്തിങ്, ബ്രഹ്മമുദ്ര. ലങ്സിൻ്റെ ലോവർ പാർട്ട്, മിഡിൽ പാർട്ട്, അപ്പർ പാർട്ട് ഇവയെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. വയറിലെ പേശികൾ വികസിക്കുന്നു. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഷോൾഡർ മസിൽ ലിഫ്റ്റ് ചെയ്യുന്നു. ശ്വാസം പുറത്തേക്ക് വിടുക. ഷോൾഡർ മസിൽസ് നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ചെസ്റ്റ് അബ്ഡോമൻ റീജിയൻ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. മുദ്രകൾ സ്വതന്ത്രമാക്കുക. സെക്ഷണൽ ബ്രീത്തിങ് ചെയ്ത ശേഷം ഉണ്ടാകുന്ന ഫീല് ശ്രദ്ധിക്കുക. ശരീരം വിശ്രമിക്കട്ടെ. കാലുകൾക്ക് വേദന തോന്നുന്നുവെങ്കിൽ കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുക.